അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. പാലക്കാട് സി കൃഷ്ണകുമാറാണ് കോൺഗ്രസിന്റെ ഐശ്വര്യമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. സന്ദീപ് വാര്യരുടെ ഭാവിയെക്കുറിച്ച് സഖാക്കളും BJPക്കാരും ആശങ്കപ്പെടേണ്ട. UDFന്റെ ശക്തമായ കൈകളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. UDF തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗവും സന്ദീപ് വാര്യർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെത്തല്ലൂർ കോൺഗ്രസ് മേഖലാ കമ്മിറ്റി ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രകടനമായാണ് പൊതുസമ്മേളന വേദിയിലേക്ക് നേതാക്കളെത്തിയത്. പാലക്കാട് സി കൃഷ്ണകുമാറാണ് കോൺഗ്രസിന്റെ ഐശ്വര്യമെന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ മുരളീധരൻ പറഞ്ഞു. സന്ദീപ് വാര്യരുടെ ഭാവിയെക്കുറിച്ച് സഖാക്കളും BJPക്കാരും ആശങ്കപ്പെടേണ്ട. UDFന്റെ ശക്തമായ കൈകളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൃഷ്ണകുമാറിനെ നിങ്ങൾ പാർട്ടിയിൽ തന്നെ സംരക്ഷിച്ചു നിർത്തണം. കാരണം അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അതിലുള്ള ഒരുമാതിരി BJPക്കാരെയൊക്കെ കക്ഷി ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കൊരു ഗുണം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കൃഷ്ണകുമാറിനോട് കുറച്ചൊരു സ്നേഹം തോന്നുന്നത്. സന്ദീപ് വാര്യരുടെ ഭാവിയെ കുറിച്ച് സുരേന്ദ്രന് ഒട്ടും ആശങ്ക വേണ്ട. ഏതാണ്ട് സുരേന്ദ്രൻ പറഞ്ഞ എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ, എന്താ ഇന്നലെ മറ്റേ സന്ദീപ് വാര്യരെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ. എന്താണ് ബാലപുരത്തിലെ അതെ ബാലപുരത്തിലെ ചെറുത്താനെ പോലെ ഇങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. മലബാറിനെ ചൊല്ലിയെന്നാ പറഞ്ഞേ. ഫിറോസ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം ഞാനും മലബാറിന് 4 തവണ ജയിച്ചാലാണല്ലോ. കോഴിക്കോടായിരുന്നല്ലോ ഞാനും. അതുകൊണ്ട് ഇങ്ങനെ പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞാൽ സുരേന്ദ്രന്റെ അനുഭവം തന്നെയായിരിക്കും. കാരണം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പോസ്റ്റ് തെറിക്കുമ്പോ ഏതാണ്ട് ബാലമരത്തെ ചെലുത്താനെ പോലെ തന്നെയാവും സുരേന്ദ്രൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഭാവിയെ കുറിച്ച് സഖാക്കളും BJPക്കാരും ആശങ്കപ്പെടേണ്ട. അതൊക്കെ കോൺഗ്രസിന്റെ ശക്തമായ കരങ്ങളിൽ തന്നെയാണ് സന്ദീപ് വാര്യർ എത്തിയിട്ടുള്ളത്. UDFന്റെ കരങ്ങളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെയും UDFന്റെയും അഭിമാനമായി മുന്നോട്ട് പോകും എന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ഹംസപ്പ അധ്യക്ഷനായി. UDFനെ വിശ്വസിച്ചു വന്ന സന്ദീപ് വാര്യർക്ക് സംരക്ഷണം ഒരുക്കാൻ ഇടവും വലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. പട്ടാപ്പകൽ സന്ദീപ് വാര്യരെ പാലക്കാട് നിന്ന് എടുത്തു കളയും എന്നാണ് ചിലർ വീരവാദം മുടക്കിയത്. അത്തരം ആളുകളോട് പറയാനുള്ളത് ആവതുള്ള വർത്തമാനം പറഞ്ഞാൽ മതി. ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കടന്നു വന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇടതുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെങ്കിൽ വലതുഭാഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കൂടെ ഉണ്ടാകും. ഒരു സംശയം വേണ്ട. സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെയൊരു വർഗീയവാദിയാവാൻ കഴിയില്ലെന്ന് എന്നോ തിരിച്ചറിഞ്ഞിരുന്നെന്ന് സന്ദീപ് വാര്യരും പറഞ്ഞു. പെരുന്നാളിന് ഷാക്കിറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നയാളാണ് സന്ദീപ്. ഓണത്തിന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് കേരളം. ആ കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള BJPയുടെ നേതാക്കൾ നടത്തുന്ന പരിശ്രമത്തെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ 1 വർഷത്തിലധികം BJPക്കകത്ത് സംഘടനാ നടപടി നേരിട്ടയാളാണ്. എന്നെ സമ്മർദ്ദം ചെലുത്തി എന്റെ നിലപാട് തിരുത്തിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിലല്ല, പല വിഷയത്തിൽ. VK ശ്രീകണ്ഠൻ MP, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P കൃഷ്ണദാസ്, MS അലവി, V പ്രീത, അഹമ്മദ് അഷ്റഫ്, P ഗിരീഷ്, സുരേഷ് തെങ്ങിൻതോട്ടം, KPM സലീം, പാർവതി ഹരിദാസ്, M ബീനാമുരളി, തങ്കം മഞ്ചാടിക്കൽ, TS സിദ്ദിഖ്, EK മൊയ്തുപ്പ ഹാജി, V രാമൻകുട്ടി ഗുപ്തൻ, E ഗോപാലകൃഷ്ണൻ, K മുരളീകൃഷ്ണൻ, PT അജ്മൽ, EK ജസീൽ, ഇല്യാസ് കുന്നംപുറം, CP സുബൈർ, P മൻസൂർ അലി, അമീൻ പാലോട്, രഘുനാഥ് ചെത്തല്ലൂർ, V ഭരതൻ തുടങ്ങിയവരും പങ്കെടുത്തു.